ശ്രീനിവാസന്റെ എക്കാലത്തെ മികച്ച കഥാപാത്ര സൃഷ്ടികളിലൊന്നാണ് നാടോടിക്കാറ്റിലെ ദാസനും വിജയനും. പാട്യം സ്വദേശിയെ ദാസൻ എന്ന ആളാണ് ആ കഥാപാത്രം ഉണ്ടാകാൻ കാരണം. ഉറ്റ സുഹൃത്തിന്റെ വിടവാങ്ങലിന്റെ വേദനയിലാണ് യഥാർത്ഥ ദാസനും. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീനിവാസൻ എഴുതിയ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമയിലൊന്നായ നാടോടിക്കാറ്റ്, അതിലെ കഥാപാത്രങ്ങൾ ദാസനും വിജയനും. മലയാളികൾ ഉള്ളിടത്തോളം സ്ഥലങ്ങളിൽ ആ പേരുമുണ്ടാകും, ആ കഥാപാത്രങ്ങളും ഉണ്ടാവും, ഒരിക്കലും മരിക്കത്തുമില്ല. അങ്ങനെ ഒരു കഥാപാത്രം ശ്രീനിവാസൻ രചിച്ചത് യഥാർത്ഥ ഒരാളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീനിവാസൻ്റെ ബാല്യകാല സുഹൃത്ത് കൂടിയായ ദാസൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാട്യം സ്വദേശിയാണ്. ദാസേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഉറ്റ സുഹൃത്ത് കൂടിയാണ്. നാടോടിക്കാറ്റിൽ ദാസനെ അവതരിപ്പിക്കുന്നത് ഞാനാണ്. എന്നെ വിട്ടിട്ട് പോയിട്ട് അപ്പം തൊട്ടൊരു വെള്ളമടിക്കാൻ ഞാൻ വെള്ളമടിക്കാൻ ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ വെള്ളമടിക്കേണ്ടി വന്നു. അത്ര വിഷമത്തിലാണ് ഞാൻ. എന്നെ ജീവിക്കാൻ അനുവദിച്ച ഒരു വ്യക്തിയാണ്. നാട്ടിൽ വന്നാൽ എൻ്റെ അനിയനും ഇയാളെല്ലാം കാണാറുണ്ടായിരുന്നു. നിങ്ങളുടെ ആ സൗഹൃദമൊക്കെ തുടങ്ങുന്നത് ഇപ്പം എങ്ങനെയാണ്, എപ്പോഴാണ്? ഞങ്ങൾ അടുത്ത അവൻ്റെ വീടും എൻ്റെ വീടുമായിട്ട് 1/2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വലിയൊരു വീടുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും കൽപ്പന ആർട്സ് ക്ലബിൻ്റെ അവിടെ വെച്ചിട്ട് വെള്ളരി നാടെന്ന് പറഞ്ഞിട്ടുള്ള അഭിനയിക്കാറുണ്ട് ശ്രീനിവാസൻ, എൻ്റെ അനുജൻ മോഹൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ. അങ്ങനെ അവിടെ കിളമ്പുപീടിൻ്റെ അടുത്ത് വെച്ചിട്ട് പല സംഭാഷണങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ചായപ്പൊടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ശ്രീനിവാസൻ അധികം എൻ്റെ ചായപ്പൊടിയിൽ വന്നിട്ട് ചായ കുടിക്കാറ്. ദാസൻ എന്ന കഥാപാത്രം എഴുതിയത് ദാസേട്ടനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ശ്രീനിവാസൻ? അതേ, നാടോടിക്കാറ്റ് എൻ്റെ എഴുതി എന്നെ അയാളാണ്. ബാർബർ ബാലനില്ല, അതുപോലെ എന്നെ ഉദ്ദേശിച്ചിട്ട് എഴുതിയ അത് പറഞ്ഞിട്ടുണ്ട്. അത്രയും ബന്ധങ്ങളാൽ ഇവനെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവൻ ഇതായി കഴിഞ്ഞപ്പോൾ എപ്പോൾ കൂടുതൽ സമയം എൻ്റെ അടുത്ത് തന്നെ ചിലവഴിക്കാം. ഓൻ എന്താവശ്യമുണ്ടോ അത് ഞാൻ നിർത്തിക്കാറുണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ താമസിച്ചല്ല ഇവിടെയാണ്. അവൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ദാസൻ്റെ കൂടെയാണ് താമസിച്ചത്. അവിടെ നിന്നാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൗണ്ടോട് പോയതും അപ്പോഴേ കഴിഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ അവരെ കൂടെ ചേർന്നതും പഠിച്ചതും എല്ലാം. അന്ന് നിങ്ങളുടെ ഒരു കലാപ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരുന്നു? ഇവിടുത്തെ ഒരു നാടക പ്രവർത്തനം കേളപ്പൻപിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൽപ്പന ആർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നാടകങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയത്. മെയിൻ ശ്രീനിവാസനായിരുന്നു. ഇവരെ വീട്ടിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഇതാണ് നാടോടിക്കാറ്റിലെ ആ ദാസൻ. ഈ ദാസൻ്റെ പേര് ആണ് ആ സിനിമയ്ക്ക് ഇട്ടേക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ്. ദാസേട്ടൻ്റെ ആ പേരാണ് ആ സിനിമയിലെ കഥാപാത്രത്തിന് അങ്ങനെയാണ് വന്നത്. അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശ്രീനിയേട്ടൻ്റെ വിയോഗത്തിൽ അത്രയധികം വിഷമത്തിലാണ് ദാസേട്ടന് മാത്രമല്ല അദ്ദേഹത്തെ അറിയാവുന്ന സുഹൃത്തുക്കളടക്കമുള്ളവർ ഈ പാട്യത്തെ ദേശത്തുള്ളത്. പാട്യത്തിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.